അഴിമതി ആരോപണവും സ്വത്ത് സമ്പാദനവും അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധവും ഒരു വശത്തും, മറുവശത്തും നിന്ന് ബലാബലം നടത്തുന്ന അവരുടെ സംഭവബഹുലമായ ജീവിതത്തിന്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. അമ്മയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നു. എന്റെ കണ്ണുണ്ട് കണ്ടിട്ടുണ്ട്. ജീവൻ കൂടി തുടച്ചു വിടണം. നഗ്നപൂജയ്ക്ക് മുഹൂർത്തമായി. അതുകൊണ്ട് എനിക്ക് ഇത്ര ഉത്തരവാദിത്വം തോന്നി. സത്യം, ഐ ഹാവ് ടു കം ഫോർവേഡ് ആൻഡ് സ്പീക്ക്. എൻ്റെ റിലിജൻ സ്നേഹമാണ് എന്ന് പറയും. മുറി വന്നിട്ട് കലരച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശരീരം ഉപദ്രവിക്കും. പുതിയ സ്ഥലമാണ്, മണമടി. പിന്നൊരു കാര്യം, എന്റെ കാല് തൊട്ട് വന്നിക്കുമ്പോ സായിപ്പന്മാരോട് വിതുമ്പിക്കരയാൻ പറയണം. നാക്ക് കൊണ്ട് ചീത്തും പറയും. സ്വഭാവം ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് ആശ്രമത്തിലെ ചിട്ടവട്ടങ്ങളെല്ലാം വചസ്പതി സ്വാമി കൂടെ മറക്കുകയാണോ? കഥകൾ അപ്പോൾ ആ ഹിപ്പോക്രസിയാണ് ശരിയല്ല. ഈ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഞാൻ എഴുതിയുള്ള കാര്യങ്ങൾ സത്യമാണ്. നടന്നില്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ. അപ്പോൾ അതിൽ കൂടുതലായി. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് അന്ന് സുധാമണി എന്നാണ് അമ്മയുടെ പേര്. ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സാമ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ. നീ കൂടുതലൊന്നും പറയണ്ട. കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാൻ വേദാണ്ടൊക്കെ പറഞ്ഞു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? ഒന്നുകൊണ്ടും പേടിക്കണ്ട. രാഘവന്റെ മന്ത്രിസഭ കാലാവധി തിരിക്കും. അമ്മയുടെ ഭക്തരെ ഒരിക്കലും അമ്മ എന്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എന്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീറ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥനും നടത്തിയെന്ന് വരാം, പക്ഷേ ധർമ്മത്തെ കുറിച്ച് പറയുന്നവർ ധർമ്മം സ്ഥാപിക്കാനാണ്.